ഹലോ ഗൈസ്, വെൽക്കം ടു മറ്റൊരു KSRTC വ്ളോഗ്. ഇപ്രാവശ്യം നമ്മൾ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്കാണ് യാത്ര പോകുന്നത്. ഉച്ചയ്ക്ക് 12:30 ചാലക്കുടിയിൽ നിന്ന് പുറപ്പെടുന്ന KSRTC ബസ്സിലാണ് നമ്മുടെ യാത്ര. ഈ റൂട്ടിൽ ഇഷ്ടപ്പെട്ട സീറ്റ് ലഭിക്കണമെങ്കിൽ അരമണിക്കൂർ മുമ്പെങ്കിലും KSRTC സ്റ്റാൻഡിൽ എത്തണം. യാത്ര തുടങ്ങുമ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് പതിവായതിനാൽ യാത്രയുടെ തുടക്കം ഒരു ചൂട് ചായ എന്നായിരുന്നു. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ കൂടി കയറ്റിയിട്ടാണ് മലക്കപ്പാറയിലേക്ക് ബസ് യാത്ര തുടരുന്നത്. മുന്നിലെ സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നേരത്തെ എത്തിയെങ്കിലും സ്ത്രീകളുടെ സംവരണ സീറ്റ് ആയതുകൊണ്ട് എനിക്ക് പിന്നിലോട്ട് മാറേണ്ടതായിട്ട് വന്നു. ചാലക്കുടിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് തുമ്പൂർ മൊഴിയിലെത്തുന്നത്. അവിടെ നിന്ന് പതിയെ പ്രകൃതിയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. തുടർന്ന് വാഴച്ചാൽ ഭാഗത്തേക്ക് യാത്ര തുടങ്ങുമ്പോൾ നഗരത്തിന്റെ തിരക്കുകൾ പിന്നിലാക്കി നാം കാടിന്റെ നിശബ്ദതയിലേക്ക് കടക്കുകയാണ്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് പിന്നിട്ടാൽ മലക്കപ്പാറ റൂട്ടിലെ യഥാർത്ഥ സൗന്ദര്യം ആരംഭിക്കും. ഇരുവശവും പച്ചപ്പ് നിറഞ്ഞ വനപ്രദേശം, വളവുകൾ നിറഞ്ഞ റോഡുകൾ, ഇടയ്ക്കിടെ കാണുന്ന വന്യജീവികളുടെ സാന്നിധ്യം, ഇതെല്ലാം ചേർന്ന് ഈ യാത്ര വെറും ഒരു ബസ് യാത്രയല്ല, മറിച്ച് പ്രകൃതിയിലേക്കുള്ള ഒരു മനോഹര സഞ്ചാരമാക്കി മാറ്റുന്നു. ഈ യാത്രയിൽ കാണാൻ ഒരുപാടുണ്ട്. വഴിയുടനീളം വെള്ളച്ചാട്ടങ്ങളും കാട്ടാറുകളും വന്യജീവികളും പ്രകൃതിയുടെ അനേകം മനോഹരമായ കാഴ്ചകളും യാത്രയെ കൂടുതൽ ആസ്വാദകരമാക്കുന്നു. മലക്കപ്പാറ യാത്രയിലെ അതിമനോഹരമായ കാഴ്ചകളിലൊന്നാണ് ചാർപ്പാക്കുത്ത് വെള്ളച്ചാട്ടം. മഴക്കാലത്ത് കൂടുതൽ സജീവമാകുന്ന ഈ വെള്ളച്ചാട്ടം കാടിന്റെ പച്ചപ്പിനിടയിൽ പ്രകൃതിയുടെ ഒരു മനോഹര സാന്നിധ്യമാണ്. ചാർപ്പാക്കുത്ത് വെള്ളച്ചാട്ടം പിന്നിട്ട് യാത്ര വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടം മുതൽ മലക്കപ്പാറിലേക്കുള്ള ഏക വനപാതയാണ് മുന്നിലുള്ളത്. ചാർപ്പയിൽ നിന്ന് വാഴച്ചാലിലേക്കുള്ള വഴിയിൽ ഒരു വശം മുഴുവൻ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിന്റെ കാഴ്ചകളാണ്. പ്രകൃതിയുടെ ഈ മനോഹരമായ ദൃശ്യം യാത്രക്കാരുടെ മനസ്സ് നിറയ്ക്കുന്നു. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മലക്കപ്പാറയിലേക്ക് ഏകദേശം 41 കിലോമീറ്റർ ദൂരമുണ്ട്. ഇനി മുന്നിലുള്ളത് ഏക വനപാതയാണ്. പച്ചപ്പറന്ന കാടുകളിലൂടെയും മലനിരകളിലൂടെയും കടന്നു പോകുന്ന ഈ യാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ്. ആ കൂട്ടത്തിൽ പ്രധാനമായ ഒന്നാണ് ഇരുമ്പുപാലം. ഈ പാതയിൽ ശ്രദ്ധേയമായ ഒരു കാഴ്ച തന്നെയാണത്. അത് പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തായി വിശാലമായ ഒരു ജലാശയം കാണാം. വന്യജീവികൾ, പ്രത്യേകിച്ച് ആനകൾ, വെള്ളം കുടിക്കാനായി പലപ്പോഴും ഈ പ്രദേശത്ത് എത്താറുണ്ട്. കേരളത്തിലെ വനയാത്രകളിൽ ഏറെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു റൂട്ടാണത്. ഇവിടെ നിന്ന് മലക്കപ്പാറയിലേക്ക് എത്താൻ ഏകദേശം 2 മണിക്കൂറോളം സമയമെടുക്കും. ഈ യാത്രയ്ക്കിടയിൽ ഇഷ്ടമുള്ളിടത്തെല്ലാം വാഹനങ്ങൾ നിർത്താനോ ഫോട്ടോ എടുക്കാനോ കഴിയില്ല. അനുവദിച്ചിട്ടുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നിർത്താൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാം. യാത്ര തുടങ്ങുമ്പോൾ വഴിയരികിൽ ചില ആദിവാസി കൂട്ടായ്മകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വനമേഖലയിൽ തലമുറകളായി താമസിച്ചു വരുന്ന ആദിവാസി സമൂഹങ്ങളുടെ ജീവിതത്തിന് നേർക്കാഴ്ച കൂടിയാണിത്. ഇവയെല്ലാം പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതി കൂടുതൽ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തുവച്ചിരിക്കുന്നത്. യാത്രക്കിടയിൽ പുളിയൽപ്പാറയിൽ ഒരു ചെറിയ ഇടവേള. ബസ് ചായ കുടിക്കാനായി ഇവിടെ 10 മിനിറ്റ് നേരം നിർത്തി തന്നു. ഡ്രൈവറും കണ്ടക്ടറുമെല്ലാം ഈ കടയിൽ നിന്നാണ് ചായ കുടിച്ചത്. അതുകൊണ്ട് ഞാനും ഈ കടയിൽ തന്നെയാണ് കയറിയത്. തൊട്ടടുത്ത് കാണുന്ന ഈ ബിൽഡിങ്ങിൽ നമുക്ക് വാഷ്റൂംസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. 10 രൂപ കൊടുത്താൽ നല്ല വൃത്തിയുള്ള വാഷ്റൂമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. 10 മിനിറ്റത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും വണ്ടി അവിടെ നിർത്തും. ഇനി നേരെ മലക്കപ്പാറയിലേക്ക്. ചുറ്റുമുള്ള കാഴ്ചകൾ അത്രമേൽ മനോഹരമായിരുന്നു. ബസ്സിലൊരു സീറ്റിൽ ഒതുങ്ങിയിരിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ആ കാഴ്ചകൾ അത്രമേൽ എന്നെ സ്വാധീനിച്ചു. മലക്കപ്പാറ റൂട്ടിലെ പ്രധാന വെല്ലുവിളികളിലൊന്നാണ് ഈ ഇടുങ്ങിയ മലമ്പാത. എതിർദിശയിൽ നിന്നും വലിയ വാഹനങ്ങൾ വന്നാൽ പരസ്പരം കടന്നു പോകാൻ പലപ്പോഴും ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് KSRTC പോലുള്ള വലിയ ബസ്സുകൾ ഒതുങ്ങിക്കൊടുക്കാൻ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഈ റൂട്ടിലൂടെ KSRTC ഓരോ വളവും തിരിവും താണ്ടി മുന്നോട്ട് പോകുന്നത് തന്നെ കണ്ണിന് വിരുന്നേറിയ ഒരു അനുഭവമാണ്. ബസ്സിലിരുന്ന് മലനിരകളും പച്ചപ്പും വഴിയോര കാഴ്ചകളും ആസ്വദിക്കുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ബൈക്കിലോ കാറിലോ യാത്ര ചെയ്യുന്നതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണിത്. ഓരോ മലയാളിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും KSRTC ബസ്സിൽ മലക്കപ്പാറ പോലൊരു യാത്ര ചെയ്തിരിക്കണം. അത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ. വഴിയുടനീളം പ്രകൃതി ഭംഗി കണ്ടാൽ ഈ യാത്ര ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള യാത്രകൾ തീർച്ചയായും ചെയ്യണം. കാരണം ദൈവം നമുക്കായി ഒരുക്കിയ ഈ മനോഹരമായ പ്രകൃതി നേരിട്ട് കണ്ട് ആസ്വദിച്ചറിയേണ്ടത് തന്നെയാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഈ ബസ് ഓടിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഓരോ വളവും തിരിവും വളരെ കൃത്യമായി ആത്മവിശ്വാസത്തോടു കൂടെ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. അത് കണ്ടിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ആ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഈ ബസ് ഓടിക്കാൻ ഏതൊരു യാത്രക്കാരനും ഒന്ന് കൊതിച്ചു പോകും. അതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറയിലേക്കുള്ള ഈ യാത്ര ഒരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര മാത്രമല്ല, മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഒരു യാത്രാനുഭവമാണ്.
KSRTC ബസ്സിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും, ഓരോ വളവുകളും, ഓരോ കാഴ്ചകളും ഈ യാത്രയുടെ ഭാഗമാകുന്നു. വഴിയോരങ്ങളിൽ കാണുന്ന ഓരോ വെള്ളച്ചാട്ടവും കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്നതാണ്. അവയുടെ ഒഴുക്കിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് ശരിക്കും വേറിട്ട ഒരു അനുഭൂതി തന്നെയാണ്. ഈ റൂട്ടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ മലക്കപ്പാറ റൂട്ടിൽ നിന്ന് നേരെ പോകുന്നതിന് പകരം താഴെ KSRTC ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് കൂടി ഈ ബസ് പോകുന്നുണ്ട്. ഇനി മുന്നിലുള്ള കാഴ്ചകൾ കൂടുതൽ മനോഹരമാകാനിരിക്കുകയാണ്. കാരണം വഴിയോരങ്ങളിൽ കോടമഞ്ഞ് പതിയെ ഇറങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ആ വെള്ളമഞ്ഞും മലനിരകളെയും കാടിനെയും പൊതിഞ്ഞു നിൽക്കുന്ന കാഴ്ച യാത്രക്കാർക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. വളവുകൾ വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് ഡ്രൈവർ ചേട്ടൻ വളച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തമിഴ്നാട്ടിൽ നിന്നിറങ്ങിയ ചില പാണ്ടികൾ അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് കാറുകളിൽ യാത്ര ചെയ്യുന്നത്. ഈ റൂട്ടിൽ വന്യജീവികളെ കാണാനുള്ള സാധ്യതയുണ്ടെങ്കിലും ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റോഡിലെ അപകട സാധ്യതകളെയാണ്. പ്രത്യേകിച്ച് എതിർദിശയിൽ നിന്നും വരുന്ന ചില വാഹനങ്ങൾ വളവുകളിൽ ഇടുങ്ങിയ ഭാഗങ്ങളിലുമെല്ലാം അമിത വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അത്തരം നിമിഷങ്ങളിൽ ഡ്രൈവറുടെ പരിചയസമ്പത്തും ശ്രദ്ധയും തന്നെയാണ് യാത്രക്കാരുടെ സുരക്ഷിതത്വം. കാട്ടിലെ ആനകളെക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് റൂട്ടിലെ ഇത്തരം അഭ്യാസ പ്രകടനങ്ങളെയാണ്. ഈ റൂട്ടിലെ ചില ഹെയർപിൻ വളവുകൾ അത്രയേറെ ഇടുങ്ങിയതാണ്. ഒറ്റത്തവണയിൽ തന്നെ ബസ് തിരിക്കാൻ കഴിയുന്നതല്ല. ചില വളവുകളിൽ ഡ്രൈവർക്ക് ഒരു തവണ റിവേഴ്സ് എടുത്ത ശേഷമാണ് സുരക്ഷിതമായി വളവ് പൂർത്തിയാക്കാൻ കഴിയുന്നത്. അത്തരം ഓരോ നിമിഷവും ഡ്രൈവർ ചേട്ടൻ കാണിക്കുന്ന ക്ഷമയും ശ്രദ്ധയും അനുഭവസമ്പത്തും ശരിക്കും അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വനപാതയിലൂടെയാണ്. അപകട സാധ്യത കൂടുതലുള്ള ഈ റൂട്ടിൽ യാത്രയ്ക്ക് നിയമനിയന്ത്രണങ്ങളുണ്ട്. വൈകുന്നേരം 4 മണിക്ക് ശേഷം ഇരുചക്രവാഹനങ്ങളും വൈകുന്നേരം 6 മണിക്ക് ശേഷം സ്വകാര്യ കാറുകളും ഈ വനപാതയിലൂടെ പ്രവേശനം അനുവദിക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടത് എതിർദിശയിൽ നിന്ന് വന്ന ഒരു ബൈക്ക് യാത്രക്കാരൻ്റെ അശ്രദ്ധയെ തുടർന്ന് സംഭവിച്ച അപകടമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് മലക്കപ്പാറ റൂട്ടിനെ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കുന്നത്. ഇടുങ്ങിയ റോഡും കുത്തനെയുള്ള ഹെയർപിൻ വളവുകളും നിറഞ്ഞ ഈ റൂട്ടിൽ ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. അങ്ങനെ കോടമഞ്ഞിൻ്റെ താഴ്വരയിലൂടെ നമ്മൾ പതുക്കെ മലക്കപ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മലക്കപ്പാറയിലേക്ക് എത്താറാകുമ്പോൾ കുറച്ച് ഹെയർപിൻ വളവുകളുണ്ട്. ആ വളവുകൾ കയറി നമ്മൾ നേരെ കയറി ചെല്ലുന്നത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്കാണ്. നമ്മുടെ ബസ് പയ്യെ മലക്കപ്പാറയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് കൊടുങ്കാട്ടിൽ നിന്നും മാറി ജനവാസ മേഖലയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മലക്കപ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 900 മുതൽ 1000 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് മലക്കപ്പാറ. ചായത്തോട്ടങ്ങളും നിത്യഹരിത വനങ്ങളും കോടമഞ്ഞും ചേർന്ന പ്രകൃതി ഭംഗിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്നാണ് മലക്കപ്പാറ സ്ഥിതി ചെയ്യുന്നത്. സമീപത്തുള്ള ഷോളയാർ ഡാമും വനപ്രദേശങ്ങളും ഈ സ്ഥലത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ആന, കാട്ടുപോത്ത്, മാൻ, വിവിധയിനം പക്ഷികൾ തുടങ്ങിയ നിരവധി വന്യജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം. മലക്കപ്പാറയിലേക്കുള്ള യാത്രയുടെ ഏറ്റവും വലിയ ആകർഷണം ലക്ഷ്യസ്ഥാനം മാത്രമല്ല, അതിരപ്പള്ളിയിൽ നിന്ന് ഇവിടെ വരെ നീളുന്ന വനപാതയും അതിലൂടെ സമ്മാനിക്കുന്ന ഓരോ കാഴ്ചകളുമാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്ര ഓരോ പ്രകൃതി സ്നേഹിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയേണ്ട ഒന്നായി തോന്നും. അങ്ങനെ നമ്മൾ മലക്കപ്പാറയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന ചായലത്തോട്ടവും കോടമഞ്ഞിൽ പൊതിഞ്ഞ മലനിരകളും ഗ്രാമീണ ജീവിതത്തിൻ്റെ നിഷ്കളങ്കമായ ഭംഗിയും ഒത്തുചേരുന്ന മനോഹരമായൊരു നാടാണ് മലക്കപ്പാറ. പ്രകൃതിയുടെ ശാന്തതയും തണുപ്പും തണുത്ത കാറ്റും പച്ചപ്പും ഒന്നിച്ചു ചേരുമ്പോൾ ഇവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും മനസ്സിൽ എന്നും നിലനിൽക്കും. ലക്ഷ്യസ്ഥാനത്തെത്തിയ സന്തോഷത്തേക്കാൾ ഇവിടെ എത്തിച്ച മുഴുവൻ യാത്രയുടെ അനുഭവം തന്നെയാണ് മലക്കപ്പാറയുടെ കൂടുതൽ ഭംഗി. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാണാം. ആദ്യമായി കാണുന്നവർക്ക് അതൊരു മനോഹരമായ റിസോർട്ടാണെന്ന് പോലും തോന്നും. എന്നാൽ വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റും ഓഫീസുമാണത്. പ്രകൃതിയോട് ഇഴചേർന്നിരിക്കുന്ന അതിൻ്റെ നിർമ്മാണവും ചുറ്റുപാടുമാണ് അതിനെ ഇത്രമേൽ മനോഹരമാക്കുന്നത്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മലക്കപ്പാറയിൽ നിന്നും വാൽപ്പാറയിലേക്ക് തിരിയുന്ന പ്രധാന ജംഗ്ഷനിലാണ് നമ്മുടെ ബസ് അവസാനമായി നിർത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് മലക്കപ്പാറ ഗ്രാമം. പച്ച വിരിച്ചു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും മലനിരകളും ശാന്തമായ ഗ്രാമീണ അന്തരീക്ഷവും
ഈ മനോഹരമായ കാഴ്ചകളിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് തിരിയുന്ന പ്രധാന ജംഗ്ഷനിലെത്തും. അതോടെ നമ്മുടെ KSRTC ബസ്സിൻ്റെ അവസാന സ്റ്റോപ്പിലേക്ക് നമ്മളെത്തുന്നു. ഇത്രയും മനോഹരമായ യാത്രയിലൂടെ നമ്മളെ ഇവിടെ എത്തിച്ചത് ഈ KSRTC ബസ്സാണ്. ഇനി വിശപ്പടക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് നല്ലൊരു ഹോട്ടൽ അന്വേഷിച്ചിറങ്ങാം. അപ്പോഴാണ് നമ്മുടെ ബസ്സിലെ യാത്രക്കാരും ഡ്രൈവർ ചേട്ടനുമെല്ലാം ഒരു ഹോട്ടലിലേക്ക് കയറുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാർക്കും സ്ഥിര യാത്ര ചെയ്യുന്നവർക്കും വിശ്വാസമുള്ള ഇടമായിരുന്നു എന്ന് തോന്നി. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പയ്യെ മലക്കപ്പാറ ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഒന്ന് പുറത്തോട്ടിറങ്ങി. ഈ ചീറിപ്പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതാണ് ചീനിക്കാസ് ബസ്, മലക്കപ്പാറിലേക്ക് യാത്ര നടത്തുന്ന ഏക പ്രൈവറ്റ് ബസ്. ഒരു ചായ കുടിക്കുന്ന ശീലം എപ്പോഴും ഉള്ളതുകൊണ്ട് ഞാനൊരു ചായയും പിടിച്ചിറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം മലക്കപ്പാറിലെ കാഴ്ചകൾ കാണാനായി പയ്യെ നടന്നിറങ്ങി. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് അധിക നേരമൊന്നും കാണാൻ കഴിയില്ല, കാരണം നമ്മൾ വന്ന ബസ്സിൽ തന്നെയാണ് തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 നമ്മൾ ചാലക്കുടിയിൽ നിന്ന് പുറപ്പെട്ടത്. ഏകദേശം 4:30 നമ്മൾ മലക്കപ്പാറിലെത്തി. ഏകദേശം 45 മിനിറ്റോളം ഇവിടെ ചെലവഴിക്കാനും സാധിച്ചു. ഇനി അതേ ബസ്സിൽ തിരിച്ച് ചാലക്കുടിയിലേക്ക്. കൃത്യം വൈകുന്നേരം 5:30 തന്നെ മലക്കപ്പാറിൽ നിന്ന് ബസ് തിരിച്ചു. ഇത്തവണ ബസ്സിൽ തിരക്ക് തീരെ കുറവായിരുന്നു. ചാലക്കുടിയിലേക്ക് മടങ്ങുന്ന കുറച്ച് യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മുൻ സീറ്റിലിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. മുന്നിലെ സീറ്റിലിരുന്ന് ഈ വനപാതയിലൂടെ യാത്ര ചെയ്യുന്നത് ശരിക്കും വേറിട്ടൊരു അനുഭവമാണ്. ഓരോ വളവും ഓരോ കാഴ്ചയും നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചു. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതോടെ മനോഹരമായ മലനിരകളും താഴ്വാരങ്ങളും ക്യാമറയിൽ പകർത്തിയെടുക്കാൻ എനിക്ക് വളരെ എളുപ്പത്തിൽ സാധിച്ചു. അപ്പോഴാണ് ഈ റൂട്ടിലെ മുൻസീറ്റ് യാത്രയുടെ യഥാർത്ഥ ഭംഗി എനിക്ക് മനസ്സിലായത്. ഒരുപാട് തവണ ഈ റൂട്ടിൽ വന്നിട്ടുള്ളതാണെങ്കിലും ബൈക്കിലായിരുന്നു അതെല്ലാം. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 4 മണിക്ക് ശേഷമുള്ള വനയാത്ര എനിക്ക് ഇതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്രാവശ്യം KSRTC തിരഞ്ഞെടുക്കാനുള്ള യഥാർത്ഥ കാരണം അത് തന്നെയായിരുന്നു. ഈ ഇടുങ്ങിയ റൂട്ടിലൂടെ എതിർദിശയിൽ ഏതെങ്കിലും വാഹനങ്ങൾ വന്നാൽ നമുക്ക് പോകുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് ഓരോ വളവുകളും നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഇരുട്ട് വീണ് തുടങ്ങിയതോടെ കാടിൻ്റെ ഭംഗി പതിയെ മറ്റൊരു മുഖം കാണിക്കാൻ തുടങ്ങി. ഇതുവരെ മനോഹരമായി തോന്നിയിരുന്ന മലക്കപ്പാറ കാട് ഓരോ നിമിഷവും കൂടുതൽ നിഗൂഢവും ഭയപ്പെടുത്തുന്നതുമായി മാറി. ചുറ്റും കനത്ത ഇരുട്ട്, കോടമഞ്ഞ്, കാട്ടിലെ നിശബ്ദത, അതെല്ലാം ചേർന്ന് യാത്രയ്ക്ക് വേറിട്ടൊരു അനുഭവം സമ്മാനിക്കുന്നതായിരുന്നു. ഇനി ഏകദേശം 1.5-2 മണിക്കൂറോളം ഈ കാട്ടിലൂടെ തന്നെ യാത്ര ചെയ്യണം. ശരിക്കു പറഞ്ഞാൽ ഞാൻ ഈ യാത്ര തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാന കാരണം ഇതായിരുന്നു. ഇത്രയും വൈകി മലക്കപ്പാറയിൽ നിന്ന് തിരികെ വരണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു. പലതവണ ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും രാത്രി മലക്കപ്പാറ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന അനുഭവം എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ ഒരു അനുഭവം സ്വന്തമാക്കാനാണ് ഞാൻ ഈ യാത്ര തന്നെ തിരഞ്ഞെടുത്തത്. വീണ്ടും ഒരു ചായയുടെ വേള. രാവിലെ ചായ കുടിക്കാൻ നിർത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് ഡ്രൈവർ ചേട്ടൻ വീണ്ടും ബസ് നിർത്തിയത്. രാത്രിയിൽ ഈ സ്ഥലം കാണാൻ വേറിട്ടൊരു ഭംഗിയാണ്. കുറച്ചു നേരം ആ രാത്രി കാഴ്ചകൾ ആസ്വദിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇനി യാത്ര നേരെ ചാലക്കുടി സ്റ്റാൻഡിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പെടാനുള്ള യാത്ര മാത്രമായിരുന്നില്ല. പ്രകൃതിയുടെ സൗന്ദര്യവും കാടിൻ്റെ നിഗൂഢതയും ഒരുപോലെ അനുഭവിച്ച ഒരു മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ഓരോ വളവും ഓരോ കാഴ്ചയും മനസ്സിൽ പതിഞ്ഞ ഓർമ്മകളായി മാറി. അങ്ങനെ ഏകദേശം 8:50 ഞങ്ങൾ സുരക്ഷിതമായി ചാലക്കുടി സ്റ്റാൻഡിൽ തിരിച്ചെത്തി. മനോഹരമായ കാഴ്ചകളും വ്യത്യസ്തമായ അനുഭവങ്ങളും സമ്മാനിച്ച ഈ മലക്കപ്പാറ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. പുതിയൊരു യാത്രയുമായി വീണ്ടും വരുന്നതായിരിക്കും.